കാനോണിൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമറ ആയിരുന്നു R50 എന്ന് പറഞ്ഞാൽ. വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമറ ആയിരുന്നു R50. ആ ക്യാമറയെ കുറച്ച് പുതുമകൾ കൂടി ആഡ് ചെയ്തിട്ട്, ലോഗിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ക്യാമറ ആയതുകൊണ്ട് തന്നെ കുറച്ച് പുതുമകളുടെ ആഡ് ചെയ്തിട്ട് ലോഗിങ്ങിന് മാത്രമായിട്ട് കാനോൺ പുതിയൊരു മോഡൽ കൊണ്ടുവന്നിരിക്കുകയാണ് R50V. വി മീൻസ് ലോഗിങ്. അപ്പോൾ ഇതിൻ്റെ ലെൻസിൽ വന്ന മാറ്റം വെച്ചാൽ നേരത്തെ ഇത് 55 വരെ ഉള്ള റേഞ്ചിലാണ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് 14-30 എന്നൊരു 14-30 എന്നൊരു റേഞ്ചിലാണ്, വൈഡ് ലെൻസിൻ്റെ ഒരു റേഞ്ചിലാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഈസി ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിലും നമുക്ക് ഗിംബലിലോ അല്ലെങ്കിൽ ഒരു ചെറിയ മോണോപോഡ് പോലുള്ള ഉപകരണങ്ങളിലോ രണ്ട് രീതിയിൽ നമുക്ക് ഘടിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്പ്ലേ അങ്ങനെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഡിസ്പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. പിന്നെ കാനോണിൻ്റെ ലോഗ് 3 ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 14 കളർ ഫിൽറ്റേഴ്സാണ് ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ R5 Mark IIലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ലറ്റ്സ് ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഒരു പ്രീമിയം ക്യാമറയുടെ ലെവലിലിട്ട് അതിലുള്ള എല്ലാ ഫീച്ചറും കൊണ്ടുവന്ന് 3 സൈഡ് മൈക്കാണ് പുതുതായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ലോഗേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് കൊണ്ടുവന്ന ക്യാമറയാണ് ഈ ഒരു R50V. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തേക്കാം.